പണ്ടാരോട് പറഞ്ഞു വിട്ട് പുഴ വറ്റിയും പോയി തുടലറ്റും പോയി കഴിഞ്ഞാൽ പട്ടി അക്കരെ നിക്കരെ വന്ന് കടിക്കും എന്ന് പറഞ്ഞ പോലത്തെ ഒരു ഭയമോ അങ്ങനത്തെ ഒരു ഭീതിയോ മാത്രമാണ്. ഇത് യഥാർത്ഥത്തിലുള്ളൊരു വിഷയമല്ല. ഇത് കാറ്റിൽപ്പെട്ട് ഈ കപ്പലിങ്ങനെ ഉലയുകയാണ്. ഓക്കെ. അപ്പോൾ അതിലെ ആളുടെ ഭാരം കുറയ്ക്കണം. അതിന് വേണ്ടിയിട്ട് ഈ കുറ്റാരോപിതനായ ആളെടുത്തിട്ട് നമ്മൾ കടലിലേക്ക് എടുക്കണം. ആ പരിപാടിയാണ് ഇപ്പോൾ കോൺഗ്രസ്സുകാർ ഉദ്ദേശിക്കുന്നത്. നിയമപരമായിട്ടോ ഭരണഘടനാപരമായിട്ടോ ധാർമ്മികമായിട്ട് പോലുമോ രാഹുൽ മാങ്കൂട്ടം രാജിവെക്കേണ്ട സാഹചര്യമില്ല. അല്ല, രാഹുൽ മാങ്കൂട്ടം MLA സ്ഥാനം രാജിവെക്കുകയാണെങ്കിൽ സതീശനും മറ്റുമൊക്കെ നിവർന്നു നിന്ന് പറയാം, കണ്ടോ കുറ്റാരോപണ വിധനായ വ്യക്തിയെ, കളങ്കിതനായ വ്യക്തിയെ ഞങ്ങൾ അപ്പം തന്നെ പിടിച്ച് പുറത്താക്കി. ഇല്ല, ഈ സിറ്റുവേഷൻ ഇത്രയും ഗുരുതരമായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിനെ പോലൊരു ജൂനിയർ നേതാവ് രാജിവെക്കാത്തത് എന്തായിരിക്കാം? എന്താണ് അങ്ങ് കരുതുന്നത്? അതാണ് ഇതിലെ ഏറ്റവും വലിയ മിസ്റ്ററി. കാരണം ഈ രാഹുൽ മാങ്കൂട്ടോ അങ്ങനെ കരുണാകരനെ പോലെയോ ആൻ്റണിയെ പോലെയോ ഉമ്മൻചാണ്ടിയെ പോലെയോ വലിയ തൻ്റെ ഉള്ള നേതാവൊന്നുമല്ലല്ലോ. നമസ്കാരം, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കണം എന്നുള്ളതാണ് നിലവിലെ ഏറ്റവും പ്രധാനപ്പെട്ട കേരളത്തിലെ രാഷ്ട്രീയ ആവശ്യം. രാഹുൽ മാങ്കൂട്ടത്തിൽപ്പെട്ട വിവാദം വളരെ വലിയ രീതിയിൽ കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഇത്തരത്തിലൊരു ആവശ്യവും ശക്തമായിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ അത്തരത്തിൽ MLA സ്ഥാനം രാജിവെക്കില്ല എന്നുള്ളതാണ് കോൺഗ്രസ് സംസ്ഥാന നേതൃത്വത്തിൻ്റെ നിലപാട്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനം രാജിവെച്ചു. ഒപ്പം തന്നെ കോൺഗ്രസിൻ്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും 6 മാസത്തേക്ക് സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു. ഇനി ഇതിനപ്പുറത്തേക്ക് MLA സ്ഥാനം രാജിവെക്കേണ്ടതില്ല എന്നാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്. എന്നാൽ ഇത് സംബന്ധിച്ചുള്ള വിഷയത്തിലെ ചർച്ചകളും ഒപ്പം തന്നെ ജനങ്ങൾക്കിടയിൽ നടക്കുന്ന സംസാരവും ഏത് തരത്തിൽ കോൺഗ്രസിനെ ബാധിക്കും? തിരഞ്ഞെടുപ്പിൽ അവർക്കത് തിരിച്ചടിയാകുമോ? പരിശോധിക്കാം നമുക്ക്. നമ്മോടൊപ്പം ചേരുന്നു രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കേറ്റ് A. ജയശങ്കർ. നമസ്കാരം സർ, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. നമസ്കാരം. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കുമോ ഇല്ലയോ എന്നുള്ള ഒരു ചർച്ചയാണ് ഇപ്പോൾ നടക്കുന്നത്. എങ്കിലും ഈ വിഷയം തുടക്കം മുതൽ തന്നെ ഇതുവരെയും വലിയ രീതിയിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏത് തരത്തിൽ ഇത് കോൺഗ്രസിനെ ബാധിക്കും? ഏതൊക്കെ മാനങ്ങൾ ഈ വിഷയത്തിനുണ്ട്? എങ്ങനെയാണ് അങ്ങ് വിലയിരുത്തുന്നത്? അല്ല, ഇതിൽ പ്രധാനമായിട്ട് 3 വശങ്ങളുണ്ട്. ഒന്ന്, ഈ ഭരണഘടനാപരവും നിയമപരവുമായിട്ടുള്ള ഒരു വശമുണ്ട്. രണ്ടാമത് കീഴ്വഴക്കത്തിൻ്റെ ഒരു വശമുണ്ട്. മൂന്നാമത് ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളുടെ ഒരു സമ്മർദ്ദമുണ്ട്. ആദ്യം നമ്മൾ നിയമവശം നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ കുറ്റാരോപിതൻ പോലും ആയിട്ടില്ല അദ്ദേഹത്തിനെതിരായിട്ട് ഒരു പരാതിയില്ല, പോലീസിൽ FIR ഇല്ല, ചാർജ് കൊടുത്തിട്ടില്ല, അദ്ദേഹത്തെ ഒരു കോടതിയും കുറ്റക്കാരനെന്ന് കാണുകയോ ശിക്ഷിക്കുകയോ ചെയ്തിട്ടില്ല. ശിക്ഷിച്ചാൽ ഓട്ടോമാറ്റിക്കായിട്ട് അംഗത്വം നഷ്ടപ്പെടും. അപ്പോൾ അങ്ങനെ ഒരു സംഗതി അദ്ദേഹത്തിനില്ല. അദ്ദേഹം കുറ്റാരോപിതൻ എന്ന് പറയാൻ പോലും പറ്റാത്ത സാഹചര്യത്തിൽ നിൽക്കും. അപ്പോൾ അതുകൊണ്ട് ആ വശം പ്രസക്തമല്ല. രണ്ടാമത്തേത് കീഴ്വഴക്കത്തിൻ്റെ പ്രശ്നമാണ്. കീഴ്വഴക്കങ്ങൾ നമുക്കറിയാം, ഇതുപോലെയുള്ള വിവാദങ്ങളും അപവാദങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതിന് വിധേയരാകുന്ന ആളുകൾ അല്ലെങ്കിൽ പ്രതിസ്ഥാനത്ത് ചേർക്കപ്പെടുന്ന ആളുകൾ രാഷ്ട്രീയമായ സാഹചര്യങ്ങൾ കൊണ്ട് രാജിവെച്ചു. അത് ഭരണഘടനയിൽ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലല്ല, അപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം അനുസരിച്ച്. ഇപ്പോൾ PT ചാക്കോ രാജിവെച്ചത് നമുക്കറിയാം. പണ്ട് ഇതുപോലൊരു വിവാദം ഉണ്ടായി, അദ്ദേഹത്തിന് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ ആഭ്യന്തരമന്ത്രി സ്ഥാനത്ത് രാജിവെച്ചു. അതുപോലെ കുഞ്ഞാലിക്കുട്ടി ഏതാണ്ട് ഇതുപോലെയൊക്കെ തന്നെയുള്ള സാഹചര്യത്തിൽ അദ്ദേഹവും രാജിവെക്കേണ്ടതായിട്ട് വന്നു. പക്ഷേ ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് PT ചാക്കോയായിട്ട് കുഞ്ഞാലിക്കുട്ടിയായിട്ട് MLA സ്ഥാനം രാജിവെച്ചില്ല എന്നുള്ളതാണ്. അതുപോലെ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്ത് ശ്രീ ജോസ് തെറ്റലിനെതിരായിട്ട് ഇതുപോലുള്ള ആരോപണങ്ങൾ ഉയർന്നു. അന്ന് കോൺഗ്രസ്സുകാർ ഒരുപാട് സമരം ചെയ്തു അദ്ദേഹത്തിൻ്റെ പഠിക്കലും അങ്കമാലി ടൗണിലും ഒക്കെ ഇട്ട്. ജോസ് തെറ്റയിൽ MLA സ്ഥാനം രാജിവെക്കുന്നത്. MLA സ്ഥാനം രാജിവെക്കേണ്ട ആവശ്യമില്ല, MLA സ്ഥാനം രാജിവെച്ചുമില്ല. പിന്നെ ഹൈക്കോടതിയിൽ നിന്ന് പിന്നെ സുപ്രീം കോടതിയിൽ നിന്ന് അദ്ദേഹത്തിന് അനുകൂല വിധി കിട്ടി. അങ്ങനെ കേസ് തന്നെ ഇല്ലണ്ടായി. പക്ഷേ ഈ MLA സ്ഥാനം രാജിവെക്കണമെന്നുള്ള ഡിമാൻഡ് നിലനിന്നില്ല. ഇപ്പോൾ രാഹുലിനെ സംബന്ധിച്ചിടത്തോളം MLA സ്ഥാനം രാജിവെക്കണമെന്ന് പറഞ്ഞത് നിയമപരമായ ആ ഒരു സാങ്കത്യവുമില്ല. സാധാരണ എത്ര ആരോപണ വിധേയരായ ആളാണെങ്കിലും അവരുടെ മന്ത്രിസ്ഥാനം രാജിവെക്കല്ലാതെ MLA സ്ഥാനം രാജിവെക്കാൻ പതിവില്ല. അപ്പോൾ ഇവിടെയും അതൊക്കെ തന്നെയാണ് സ്ഥിതി. ഇടതു മുന്നണി തന്നെ ഉണ്ടല്ലോ, മുകേഷ് MLA ആ കുറ്റാരോപണ വിധേയനാണ്. അത് MLA സ്ഥാനം രാജിവെച്ചില്ല. കോൺഗ്രസ്സുകാർ ചെറിയ സമരമൊക്കെ നടത്തി, അത്രേ ഉള്ളൂ. അത്രേ അതിനകത്ത് പതിവുള്ളൂ. MLA സ്ഥാനം രാജിവെക്കുക പതിവുള്ള. ഞാൻ ജോസ് തെറ്റലിൻ്റെ കാര്യം നേരത്തെ പറഞ്ഞു. മുകേഷിൻ്റെ കാര്യം, വിൻസെൻ്റ് MLA കോവളത്തെ പ്രതികരിക്കുന്ന അദ്ദേഹം ഇതുപോലൊരു കേസിൽ ഒരു സ്ത്രീയുടെ പരാതിയെ തുടർന്ന് അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെട്ടു. കുറേ ദിവസം ജയിലിൽ കിടക്കേണ്ടതായിട്ട് വന്നു. ജയിലിൽ നിന്ന് ഇറങ്ങി വന്ന് അദ്ദേഹം പിന്നെ MLA ആയിട്ട് തുടർന്നു. പിന്നെ അടുത്ത തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം മത്സരിച്ച് ജയിക്കും. അപ്പോൾ ഈ വിൻസെൻറ്റിന് പ്രത്യേകിച്ച് പതിത്വമൊന്നുമില്ല. ആ നിലയ്ക്ക് നോക്കിയാൽ നമ്മൾ പ്രസിഡൻറ്റ് മാത്രം മുൻനിർത്തി നോക്കിയാൽ രാഹുൽ മാങ്കൂട്ടത്തിനും MLA ആയിട്ട് തുടരാനും തെറ്റൊന്നുമില്ല.